നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത വിധം ഭയാനകമായ ഒരു രാത്രിയാണ് ശനിയാഴ്ച കടന്നുപോയത്. ഇസ്രയേലിന്റെ ഹൃദയഭാഗങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇറാൻ നടത്തിയ അതിശക്തമായ മിസൈൽ ആക്രമണം മേഖലയെ ഒരു മഹായുദ്ധത്തിന്റെ വക്കിലെത്തിച്ചിരിക്കുകയാണ്. മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഇത്തവണ ക്ലസ്റ്റർ മിസൈലുകൾ ഉപയോഗിച്ചുള്ള ആക്രമണമാണ് ഇറാൻ നടത്തിയത് എന്നത് സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നു. ജനവാസ കേന്ദ്രങ്ങളെയും പ്രധാന നഗരങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഈ വ്യോമാക്രമണം ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളെ വലിയ തോതിൽ പരീക്ഷിക്കുന്നതായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരത്തോടെ തുടങ്ങിയ മിസൈൽ വർഷം ഇസ്രയേലിലെ പല നഗരങ്ങളെയും നിശബ്ദമാക്കുകയും ഭീതിയിലാഴ്ത്തുകയും ചെയ്തു. റോഷ് നഗരത്തിലെ ഇറാനിയൻ മിസൈലുകൾ നേരിട്ട് പതിച്ചതിനെ തുടർന്ന് വലിയ നാശനഷ്ടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ പാർപ്പിട സമുച്ചയങ്ങൾക്ക് മുകളിൽ മിസൈലുകൾ പതിച്ചതോടെ കെട്ടിടങ്ങൾ തകരുകയും നഗരത്തിന്റെ പല ഭാഗങ്ങളിലും വൈദ്യുതി ബന്ധം പൂർണ്ണമായും നിലയ്ക്കുകയും ചെയ്തു. തകർന്നടിഞ്ഞ കെട്ടിടങ്ങളിൽ നിന്ന് ഉയരുന്ന തീയും പുകയും നിയന്ത്രിക്കാൻ അഗ്നിശമന സേനാംഗങ്ങൾ മണിക്കൂറുകളോളം പരിശ്രമിക്കേണ്ടി വന്നു. ഇസ്രയേലിന്റെ സാമ്പത്തിക തലസ്ഥാനമായ ടെൽ അവീവിൽ ഉൾപ്പെടെയുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ആക്രമണത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. ടെൽ അവീവ്, പെറ്റാതുക്ക തുടങ്ങിയ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. വ്യോമാക്രമണ മുന്നറിയിപ്പ് നൽകുന്ന സൈറനുകൾ മുഴങ്ങിയതോടെ ജനങ്ങൾ കൂട്ടത്തോടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് ഓടിമാറി. തെരുവുകളിൽ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങൾ കത്തിയമരുകയും കെട്ടിടങ്ങളുടെ ചില്ലുകൾ തകരുകയും ചെയ്ത ദൃശ്യങ്ങൾ യുദ്ധസമാനമായ അന്തരീക്ഷമാണ് സൃഷ്ടിച്ചത്. ബനേബ്രാക്കിൽ നടന്ന ആക്രമണത്തിൽ കുറഞ്ഞത് ഒരാൾക്കെങ്കിലും ഗുരുതരമായി പരിക്കേറ്റതായാണ് ലഭിക്കുന്ന വിവരങ്ങൾ. പരിക്കേറ്റ വ്യക്തിക്ക് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ പ്രാഥമിക ചികിത്സ നൽകുകയും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. ജനവാസ കേന്ദ്രങ്ങളിൽ ക്ലസ്റ്റർ മിസൈലുകൾ ഉപയോഗിക്കുന്നത് വലിയൊരു ജനതയാക്കി അപകടത്തിലാക്കുന്ന നീക്കമാണെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകർ വിലയിരുത്തുന്നു. ഓരോ മിസൈലും വായുവിൽ വെച്ച് പൊട്ടിത്തെറിച്ച് അനേകം ചെറിയ ബോംബുകളായി മാറുന്നതിനാൽ നാശനഷ്ടങ്ങളുടെ വ്യാപ്തി വളരെ വലുതാണ്. ആക്രമണം നടന്ന ഉടൻ തന്നെ ഇസ്രയേലിന്റെ അടിയന്തര രക്ഷാ സേനാംഗങ്ങൾ പ്രവർത്തന സജ്ജമായി. തകർന്നടിഞ്ഞ വീടുകൾക്കിടയിൽ ആരെങ്കിലും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനും പരിക്കേറ്റവർക്ക് വൈദ്യസഹായം എത്തിക്കാനും സൈന്യവും സന്നദ്ധ പ്രവർത്തകരും കൈകോർത്തു. വൈദ്യുതി ബന്ധം തകരാറിലായ പ്രദേശങ്ങളിൽ രാത്രികാലങ്ങളിൽ നടന്ന രക്ഷാപ്രവർത്തനം അതീവ ദുഷ്കരമായിരുന്നു. ഓരോ മിസൈൽ വീഴ്ചയും സൃഷ്ടിച്ച ആഘാതം വിലയിരുത്താൻ പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചിട്ടുണ്ട്. ഈ ആക്രമണം പശ്ചിമേഷ്യയിലെ യുദ്ധമുഖത്ത് ഒരു വലിയ മാറ്റത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. ഇസ്രയേലിന്റെ പ്രത്യാക്രമണങ്ങളെ ഭയക്കാതെ നേരിട്ട് അവരുടെ മണ്ണിലേക്ക് മിസൈലുകൾ തൊടുക്കാനുള്ള ഇറാന്റെ തീരുമാനം മേഖലയിലെ സമാധാന ചർച്ചകളെ പാടെ തകർത്തു. ഇറാൻ നൽകിയ ഈ തിരിച്ചടിക്ക് ഇസ്രയേൽ എങ്ങനെ മറുപടി നൽകുമെന്നതാണ് ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശത്രുത ഒരു പ്രാദേശിക യുദ്ധമായി ഒതുങ്ങാതെ ആഗോളതലത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് ഭയക്കേണ്ടിയിരിക്കുന്നു. യുദ്ധത്തിന്റെ ഭീകരത സാധാരണ ജനങ്ങളുടെ ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു എന്നതിന്റെ തീർക്കാഴ്ചയാണ് തകർന്ന കെട്ടിടങ്ങൾക്കിടയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ പുറത്തുവിടുന്ന വിവരങ്ങൾ. സമാധാനമായി ഉറങ്ങാൻ കിടന്ന കുടുംബങ്ങൾ മിസൈൽ സ്ഫോടനങ്ങളുടെ ശബ്ദത്തിലേക്കാണ് കണ്ണു തുറന്നത്. രാഷ്ട്രീയമായ അധികാര തർക്കങ്ങൾക്കിടയിൽ നിരപരാധികളായ മനുഷ്യർ ബലിയാടാകുന്നത് ആവർത്തിക്കപ്പെടുകയാണ്. പശ്ചിമേഷ്യയിലെ ആകാശം ഇനിയും മിസൈലുകളുടെ കനൽപാതയായി തുടരുമോ അതോ നയതന്ത്രത്തിന്റെ പുതിയ പ്രകാശം അവിടെ തെളിയുമോ എന്ന് കാത്തിരുന്നു തന്നെ കാണണം. സമാധാനത്തിനായുള്ള ലോകത്തിന്റെ മുറവിളികൾക്ക് മുകളിൽ യുദ്ധത്തിന്റെ ഇരമ്പൽ ഉയർന്നു നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ.